എല്ലാവർക്കും നമസ്കാരം. ഞാൻ JK ജയശ്രീ കിഷോർ. ഞാൻ ഇന്നിവിടെ പറയുന്നത് ഒരു സെൻ കഥയാണ്. ഈ സെൻ കഥയെക്കുറിച്ച് ഞാൻ മുൻപേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് സെൻ കഥ എന്നുള്ളത്? കാരണം എന്താ വെച്ചാൽ ഇതിൽ ഗുരുക്കന്മാർ കഥ പറയുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതിൻ്റെ ആശയം, അതിൻ്റെ മോറൽ അതെന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം, അഥവാ ശിഷ്യന്മാർ കണ്ടുപിടിക്കണം. ഈ കഥ എനിക്ക് കുറച്ച് വിഷമമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു മോറൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചു. ഞാൻ പലരിടത്തും ചോദിച്ചു, അവരടുത്തൊക്കെ എന്തെങ്കിലും ആശയം കിട്ടുമോ എന്നറിയാൻ. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മകളായിട്ട് ഈ കഥ ഷെയർ ചെയ്തു. അപ്പോൾ അവളാണ് എനിക്കിതിൻ്റെ ഒരു ആശയം, അവൾ പറഞ്ഞതിലാണ് എനിക്കൊരു എന്താ പറയുക, ഒരു സംതൃപ്തി തോന്നിയത്. അപ്പോൾ ഈ കഥയുടെ ആശയത്തിൻ്റെ 95% ക്രെഡിറ്റ് എൻ്റെ മകൾക്കുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കഥ തുടങ്ങാം. കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊച്ചു കൊച്ചു കഥകളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇനി കഥ പറയാം. അപ്പോൾ ഈ സെൻ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ചെരുപ്പ് കുത്തി, അദ്ദേഹത്തിൻ്റെ പേര് അദാസ് എന്നായിരുന്നു. ഈ ചെരുപ്പ് കുത്തി ഒരിക്കൽ ഒരു തടാകത്തിൽ ഒരു പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നത് കാണുകയും ആ പുഷ്പം അദ്ദേഹം പറിച്ച് കയ്യിൽ പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പുഷ്പവുമായി അദ്ദേഹം തെരുവ് വീഥികളിലൂടെ അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരു ധനികൻ്റെ തേര് വരുന്നത്. ഈ ധനികൻ്റെ തേര് വന്ന് ഈ ചെരുപ്പ് കുത്തിയുടെ അദാസിൻ്റെ മുന്നിലായിട്ട് വന്നു നിന്നിട്ട് ഈ ധനികൻ പറഞ്ഞു, ഞാൻ ബുദ്ധഭഗവാനെ കാണാൻ പോവുകയാണ്, അപ്പം നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുഷ്പം എനിക്ക് തരുമോ എന്ന് വെച്ചു. അപ്പോൾ ചെരുപ്പ് കുത്തി ചോദിച്ചു, ഈ പുഷ്പം ഞാൻ തന്നാൽ നിങ്ങൾ എനിക്ക് എന്താ തരിക? അപ്പോൾ ഈ ധനികൻ പറഞ്ഞു, ഞാൻ നിനക്ക് 1,00,000 രൂപ തരാം. അത് കേട്ട് സത്യം പറഞ്ഞാൽ ചെരുപ്പ് കുത്തി ഞെട്ടിപ്പോയിട്ടോ. കാരണം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരു പുഷ്പത്തിന് 1,00,000 രൂപ എന്നുള്ളത്. അപ്പോഴാണ് ഒരു രാജാവിൻ്റെ തേര് വരുന്നത്. ഈ രാജാവിൻ്റെ തേര് അങ്ങനെ വന്ന് അദ്ദേഹം ഇവിടെ വന്ന് നിന്നിട്ട് ഈ രാജാവും പറഞ്ഞു, ഞാൻ ബുദ്ധഭഗവാനെ കാണാൻ പോവുകയാണ്, അപ്പോൾ എന്താണ് ഈ പുഷ്പം നീ എനിക്ക് തരുമോ എന്ന് വെച്ചു. അപ്പോൾ ചെരുപ്പൂതി പറഞ്ഞു, ഞാൻ ഈ പുഷ്പം ഈ ധനികനും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ രാജാവും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, ഈ ധനികൻ തരാമെന്ന് പറഞ്ഞതിനേക്കാളും 1 ഇരട്ടി പൈസ ഞാൻ തരാം, അപ്പോൾ ആ പുഷ്പം എനിക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ ധനികൻ പറഞ്ഞു, അല്ലല്ല, അതിനേക്കാൾ കൂടുതൽ ഞാൻ തരാം, കാരണം രാജാവിനേക്കാൾ ധനികനാണ് ഞാൻ. കാരണം രാജാവിൻ്റെ സ്വത്തെന്ന് പറയുന്നത് എന്താണ്? അത് ഖജനാവിലുള്ള ജനങ്ങളുടെ സ്വത്താണ്. പക്ഷേ എൻ്റെ അങ്ങനെയല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമായി. കാരണം രാജാവ് ഒരു സംഖ്യ പറയും, അതിൻ്റെ ഇരട്ടി ധനികൻ പറയും, ധനികൻ പറയുന്നതിൻ്റെ ഇരട്ടി രാജാവ് പറയും. ഇങ്ങനെ വന്നപ്പോൾ അദാസ് ആകെ വിഷമത്തിലായി. അപ്പം അദാസ് എന്ത് ചെയ്തു? അദാസ് പറഞ്ഞു, ഞാൻ ഈ പുഷ്പം ആർക്കും തരുന്നില്ല, ഞാൻ തന്നെ ഇത് ബുദ്ധഭഗവാന് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അദാസ് പതുക്കെ നടന്ന് ബുദ്ധഭഗവാന്റെ സന്നിധിയിലേക്ക് നടന്നു. പക്ഷേ രാജാവും ധനികനും തേരിലാണല്ലോ, അവർ നേരത്തെ തന്നെ അവിടെ ബുദ്ധൻ്റെ അടുത്തെത്തി. അവരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അദാസ് കയറി വരുന്നത്. ആ പാവം ചെരുപ്പ് കുത്തി അദ്ദേഹത്തിൻ്റെ ഈ പുഷ്പം ബുദ്ധഭഗവാന് കാൽക്കൽ വെച്ചു. ബുദ്ധഭഗവാൻ ഈ പുഷ്പം കയ്യിലെടുത്ത് ഒരുപാട് നേരം ആലോചിച്ചിരുന്നു. ബുദ്ധഭഗവാൻ ഒന്നും പറഞ്ഞില്ല. ശിഷ്യന്മാരെല്ലാവരും കാത്തു നിൽക്കുകയാണ്, ധനികൻ കാത്തു നിൽക്കുകയാണ്, ബാക്കിയുള്ള എന്താ പറയുക, രാജാവ് കാത്തു നിൽക്കുകയാണ്, എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു, ബുദ്ധഭഗവാൻ ഒന്നും മിണ്ടുന്നില്ല. 2ാമത്തെ മണിക്കൂർ കഴിഞ്ഞു, അപ്പോഴും ബുദ്ധഭഗവാൻ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ബുദ്ധഭഗവാൻ കണ്ണുകൾ തുറന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള മഹാകശിപൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ മഹാകശിപൻ അദ്ദേഹത്തെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. ഇത് കണ്ടപ്പോൾ ബുദ്ധഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് ഈ പുഷ്പം ഈ കശ്യപന് സമ്മാനിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലേ, അപ്പോൾ അത് കാരണം നിനക്ക് ഞാൻ എന്ത് തരുന്നു? എൻ്റെ അനുഗ്രഹവും സ്നേഹവും എൻ്റെ ആഹ്ലാദവും എല്ലാം ഞാൻ നിനക്കായി പങ്കുവയ്ക്കുന്നു എന്ന് കശ്യപനോട് പറഞ്ഞു.
കശ്യപൻ ഒന്നും മിണ്ടാതെ ആ പുഷ്പം സ്വീകരിച്ചു. ഇവിടെ സെൻ ബുദ്ധിസം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥ. ഇനി കഥയിൽ നിന്ന് ഒരു ആശയം നമ്മൾക്ക് കണ്ടെത്തണമല്ലേ. അപ്പോൾ ആ ആശയം എന്താണ് കണ്ടെത്തിയതെന്ന് ഞാൻ പറയാം. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്കും ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവുമല്ലേ. ഈ കഥ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ആശയങ്ങൾ ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ, കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ കഥയുടെ ഒരു ആശയം, കണ്ടെത്തിയ ആശയം, എൻ്റെ മകളും ഞാനില്ല, എൻ്റെ മകൾ കണ്ടെത്തിയ ആശയം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുഷ്പം ജ്ഞാനമാകുന്നു. ഈ ജ്ഞാനമാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ഈ ജ്ഞാനവും കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര. അതായത് പുഷ്പം കയ്യിൽ പിടിച്ചു എന്നുള്ളത് വളരെ സിംബോളിക്കായിട്ട് പറയുകയാണ്. പക്ഷേ ജ്ഞാനം നേടിയ ഒരാളാണ് ചെരുപ്പ് കുത്തി. അപ്പോൾ ആ ജ്ഞാനവും മതി അദ്ദേഹം തെരുവ് വേദികളിലൂടെ വരുമ്പോൾ ആദ്യം ധനികൻ സമീപിക്കുന്നു. ധനികൻ പറയുന്നു, ഞാൻ ഇത്ര പണം തരാം, അത് എനിക്ക് തരണം. അതേപോലെ രാജാവ് പറയുന്നു, രാജാവിന് കൊടുക്കണം. പക്ഷെ എന്താണ്, ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ജ്ഞാനം സ്വയം അനുഭവിച്ച്, സ്വയം അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ജ്ഞാനം. അതാണ് കാരണം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു അറിവും ജ്ഞാനവും രണ്ടാണെന്ന് അല്ലേ. ഈ അടുത്തിപ്പോൾ ഒരു നെയ്യാറ്റിൻകര ഒരു പ്രശ്നമുണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ ചെയ്തത് നിങ്ങളും പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. അതിൽ പറയുന്നുണ്ട്, ഈ സ്ത്രീ, മരിച്ചുപോയ ഭാര്യ ടീച്ചറാണ്, ആ വ്യക്തിയും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അവർ രണ്ടുപേരും കൂടി മകൻ മരിച്ച ദുഃഖത്തിൽ സകല സ്വത്തും ഒരു ട്രസ്റ്റിന് എഴുതി വെച്ച് നെയ്യാറ്റിൻകരയിൽ അവിടെയുള്ള ഒരു തടാകത്തിലോ ഒരു നദിയിൽ പോയി ആത്മഹത്യ ചെയ്യാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് അറിവില്ലേ? അറിവുണ്ട്. അവർക്ക് അവരുടെ അക്കാഡമിക് ലെവലിൽ അവർക്ക് അറിവുണ്ട്. പക്ഷെ അവരിൽ ജ്ഞാനമില്ലാതെ പോയതാണ് അവിടെ പ്രശ്നം ഉണ്ടായത് അല്ലേ. പറയണ കേട്ടിട്ടില്ലേ, എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു, ഒരു മാർക്ക് കുറഞ്ഞു പോയി ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? അറിവുണ്ട്, പക്ഷെ ജ്ഞാനമില്ല. ഈ ജ്ഞാനം നമ്മൾക്ക് പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്ത് ഈ ബുക്ക് പഠിച്ചാൽ ജ്ഞാനം ഉണ്ടാവും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ജ്ഞാനം സ്വയം ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ എന്തുണ്ടായി? അധാസ് എന്ന ചെരുപ്പ് കുത്തി ഈ പുഷ്പവുമായി, പുഷ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ജ്ഞാനം, ആ ജ്ഞാനം ഇവർക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അത് പിന്നെ എവിടെ കൊണ്ടുപോയി സമർപ്പിക്കണം? നമ്മുടെ അൾട്ടിമേറ്റ് പവറിൻ്റെ മുൻപിൽ മാത്രമേ പിന്നെ അത് സറണ്ടർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയിട്ട് ബുദ്ധഭഗവാന്റെ അടുത്ത് വയ്ക്കുമ്പോൾ ബുദ്ധഭഗവാൻ എന്താ ചെയ്യുന്നത്? ബുദ്ധഭഗവാൻ മൗനിയാകുന്നു. കാരണം എന്താ? ധ്യാനത്തിലൂടെ മൗനത്തിലൂടെ ജ്ഞാനം എന്നുള്ള സിദ്ധാന്തത്തിൻ്റെ ഒരു സിംബോളിക്കായിട്ടാണ് അവിടെ ബുദ്ധഭഗവാൻ മൗനം പാലിക്കുന്നത്. ബുദ്ധഭഗവാൻ മൗനമായിട്ട് ഇരുന്നിട്ട് കണ്ണു തുറക്കുമ്പോൾ എന്താ? അത് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മഹാശിഷ്യനായ കശ്യപൻ മാത്രമായിരുന്നു. അതുകൊണ്ട് കശ്യപന് ആ പുഷ്പം സമ്മാനിക്കുന്നു. പുഷ്പം എന്ന് വെച്ചാൽ അവിടെ ജ്ഞാനമാണ്. ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മൗനത്തെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞ ഒരാളാണ് കശ്യപൻ. അതുകൊണ്ട് തന്നെ അത് കശ്യപന് സമ്മാനിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, മൗനത്തിലൂടെയാണ് ഗുരുക്കന്മാർ പല തത്വങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിന്മയാനന്ദൻ്റെ കഥയിൽ കേട്ടിട്ടുണ്ട്, ചിന്മയാനന്ദന് ജ്ഞാനം ലഭിക്കുന്നത് തപോവന സ്വാമികൾ എന്താ പറഞ്ഞത്? ഗംഗയുടെ തീരത്ത് പോയി ഇരുന്നോളാനാണ്. കുറേ കാലത്തേക്ക് അദ്ദേഹം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ശങ്കരാചാര്യർക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു, പക്ഷെ നമ്മൾക്കറിയുന്നത് ഒരു പത്മപാതരെയാണ്. അപ്പോൾ അതേപോലെ ജ്ഞാനം എന്ന് പറയുന്നത് ഇതാണെന്നും, ജ്ഞാനം ധ്യാനത്തിലൂടെയും മൗനത്തിലൂടെയും നേടേണ്ട ഒന്നാണെന്നും ആണ് ഈ കഥയുടെ ഒരു സന്ദേശം. ഞാൻ ഈ കഥ പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളും നിങ്ങളുടെ ആശയങ്ങൾ ഞങ്ങൾക്ക് അയക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.